ഇന്ന് ഉമ്മി നിങ്ങൾക്ക് സ്പെഷ്യൽ ആണല്ലോ ലഞ്ച് ബോക്സ്. ഓപ്പൺ ആക്കി എന്നാ കാണട്ടെ. മാഷാഅല്ലാ. Egg. 3 prawns. Side up. അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കുറച്ചായല്ലേ ലോങ് വീഡിയോസ് ഒന്നും ഇടാത്തത്. ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ആയതുകൊണ്ട് തന്നെ എനിക്കും കുട്ടികൾക്കൊക്കെ കോൾഡൊക്കെ ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ സ്കൂളിലെ കുട്ടികൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അസുഖം മാറിയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് സൗണ്ട് ചേഞ്ച് ആയത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവല്ലോ. പിന്നെ ഈ ഒരാഴ്ചയുടെ മേലെയായി ഞങ്ങളിപ്പോൾ അസുഖമൊക്കെ ആയിട്ട് ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും കഞ്ഞി സാൻഡ്വിച്ച് അങ്ങനെയൊക്കെയുള്ള ഫുഡാണ് കഴിക്കാറ്. പിന്നെ പൊതുവേ ഈ ഒരു വെറുംചോറ് ഞങ്ങൾ വല്ലപ്പോഴും മാത്രമേ ഉച്ചയ്ക്ക് ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. വലിയ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ഞങ്ങൾക്ക്, കുട്ടികൾക്ക് പ്രത്യേകിച്ച്. എന്ന് വെച്ചാൽ ഡെയിലി ബിരിയാണിയും മന്തിയോ എന്ന് വിചാരിക്കേണ്ട. വെള്ളിയാഴ്ച മാത്രമേ ബിരിയാണിയോ മന്തി കബ്സ അങ്ങനത്തെ ഒക്കെ വെക്കാറുള്ളൂ. എല്ലാത്ത ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കും. അതിൻ്റെ കൂടെ ചപ്പാത്തിയോ കുബൂസോ ദോശയോ എല്ലാന്നുണ്ടെങ്കിൽ കപ്പ അങ്ങനെ എന്തെങ്കിലും ആയിട്ടാണ് ഉച്ചയ്ക്ക് ഉണ്ടാക്കാറ്. വല്ലപ്പോഴും മാത്രമേ നമ്മൾ വെറുംചോറ് ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. പിന്നെ ഇഷ്ടം ഉണ്ടാവുന്ന ദിവസമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓണത്തിനൊക്കെ പോലെ കുറേ കറികളും മീൻ പൊരിച്ചതും ചിക്കൻ പൊരിച്ചതും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചോറ് കഴിക്കാൻ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇന്നിതാ അതുപോലൊരു ഡേ ആണ്. കുറേ ദിവസത്തിന് ശേഷം നല്ല ഹെവി ആയിട്ട് തന്നെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ പണ്ട് കാലത്ത് സ്കൂളൊക്കെ കൊണ്ടുപോകുന്ന ലഞ്ച് ബോക്സ് ഉണ്ടല്ലോ. എൻ്റെ റീൽസൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നിതാ അതുപോലൊരു ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ ആ ഒരു റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ. അത് തിളക്കുന്ന ആ ഒരു സമയം കൊണ്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും വെള്ളം തിളച്ചിട്ട് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് ചോറ് വേവിക്കാനായിട്ട്. പിന്നെ നമ്മൾ കറിയായിട്ട് വെക്കുന്നത് കല്യാണ വീടുകളിലൊക്കെ ഈ ഒരു വെറുംചോറിൻ്റെ കൂടെ വിളമ്പുന്ന നമ്മളെ ചെമ്മീനും മുരിങ്ങാക്കോലും ഇട്ടിട്ടുള്ള ആ ഒരു തേങ്ങ അരച്ച കറി ഉണ്ടല്ലോ. ആ ഒരു കറിയാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റാണ് അത് കഴിക്കാൻ. അധികം പേർക്കും അറിയാവുന്നതിനായിരിക്കും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ട് എന്നാൽ അടിപൊളി ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ ആ ഒരു കറി ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചാനലിൽ ഇട്ടതുകൊണ്ട് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ആ ഒരു കറി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമ്മളെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതാ വാർക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഊറ്റാനായിട്ട് സെപ്പറേറ്റ് ഒരു കഞ്ഞിക്കാലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ഈ ഒരു കിണ്ണത്തിലൊക്കെയാണ് ചോറ് വാർക്കുക. ഇനിയിപ്പോൾ ഇതാ ആ ഒരു കറി റെഡിയായ സമയം കൊണ്ട് തന്നെ ഞാനിപ്പോൾ നമ്മൾ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ നമ്മുടെ മുള്ളനുണ്ടല്ലോ, നാട്ടിലത്തെ ചെറിയ മുള്ളൻ, അതിൻ്റെ വലിയ സൈസുള്ള മുള്ളനാണ് ഇത്. ഇനിയിപ്പോൾ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊന്ന് എടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മസാല പുരട്ടി വെക്കണം. പിന്നെ ലഞ്ച് ബോക്സിലാകുമ്പോൾ നമുക്ക് ഇത്ര വലുപ്പമുള്ള മീനൊന്നും നമ്മൾ ലഞ്ച് ബോക്സിൽ കൊടുക്കില്ലല്ലോ. ചെറിയ എന്തെങ്കിലും കൂന്തലോ ഇതുപോലുള്ള ചെമ്മീനോ അങ്ങനെയൊക്കെയുള്ള ചെറിയ എന്തെങ്കിലും ഐറ്റംസ് അല്ലേ ലഞ്ച് ബോക്സിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5-6 ചെമ്മീനും ഇതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു മീൻ പൊരിക്കുന്നതിൻ്റെ മസാലയും നല്ല വെറൈറ്റി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മസാല റെസിപ്പിയാണ് ഇത്. ഇതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കുന്നില്ല. ഇതിൻ്റെയും ഷോർട്ട് വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ഇതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. നമ്മൾ ശേരി മീൻ ഉണ്ടല്ലോ, ആ ഒരു ശേരി മീൻ ഈ ഒരു സെയിം മസാല വെച്ചിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മസാല പുരട്ടിയൊക്കെ വെച്ച സമയം കൊണ്ട് നമുക്ക് ഇനി മെയിനായിട്ട് എന്താ വേണ്ടത്, ലഞ്ച് ബോക്സിൽ മസ്റ്റായിട്ടുണ്ടാവുക എന്താ ഉപ്പേരി അല്ലേ. അതും കൂടുതലായിട്ടും നമ്മൾ ചീര ഉപ്പേരി ഉണ്ടല്ലോ അതല്ലേ ഉണ്ടാവുക. അപ്പോൾ ചീര ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള ചീര നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ഉള്ളി പച്ചമുളക് തേങ്ങ അതൊക്കെ സൈഡിലായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചീര നമ്മളെ ഇതിൻ്റെ തൊട്ട് മുൻപുള്ള വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ മലേഷ്യൻ ചീര ഉണ്ടല്ലോ, ആ ഒരു ചീര വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഉപ്പേരി തന്നെയാണ് ഇതും. അതിൻ്റെ കൂടെ തന്നെ പിന്നെ നമ്മുടെ ചുവന്ന ചീരയും പച്ചച്ചീരയും രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ആ ഒരു മലേഷ്യൻ ചീരയുടെ വീഡിയോ ഇട്ട സമയത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേര് ഓരോ സ്ഥലത്തും ഓരോ പേരിലാണ് അത് അറിയപ്പെടുന്നത്. ചില സ്ഥലത്ത് കൊളസ്ട്രോൾ ചീര എന്നും ഷുഗർ
ഷുഗർ ചീരാന്നും പേർഷ്യൻ ചീരാന്നും പിന്നെ എന്താ ചായ മനസ്സ അങ്ങനെ ഒരുപാട് വെറൈറ്റി പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ പ്രധാനമായിട്ടും പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അതിൽ എന്തോ ഒരു വിഷാംശം അടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമിതമായാൽ അത് ഭയങ്കര പോയിസൺ ആണെന്നും അതിന് നമ്മളെ കപ്പയൊക്കെ വേവിക്കുന്ന കപ്പയിലുണ്ടല്ലോ സയനൈഡിൻ്റെ ചെറിയൊരു അംശം അതുപോലെ തന്നെ. അപ്പോൾ കപ്പ നമ്മൾ ആദ്യം വേവിച്ച് ഊറ്റിയിട്ട് ആ ഒരു വെള്ളം കളഞ്ഞിട്ടാണല്ലോ ഉണ്ടാക്കുക. അതുപോലെ ഇതും വേവിച്ച് ആ ഒരു വെള്ളം കളഞ്ഞിട്ട് വേണം നമ്മൾ ഇത് കുക്ക് ചെയ്യാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് ഇതുവരെ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊക്കെ കേട്ട സമയത്ത് ഇതുപോലെ ഒന്നങ്ങ് വേവിച്ച് വെള്ളമൊക്കെ ഊറ്റിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ചീര ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീനൊന്ന് വെളിച്ചെണ്ണയിൽ കറിവേപ്പിലൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിലോട്ട് ഒരു ഇത്തിരി ഗാർലിക് ചതച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലേവർ ഉണ്ടാവും. പിന്നെ മറ്റേ മീനിൻ മസാല പുരട്ടിയത് ഡീറ്റെയിൽ ആയിട്ടൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് കാണണമെന്നുള്ളവരുണ്ടെങ്കിൽ ആ ഒരു ഷോർട്ട് വീഡിയോ കണ്ടു നോക്കിയാൽ മതി. പിന്നെ നമ്മൾ ലഞ്ച് ബോക്സിൽ ആ ഒരു ചീരത്തോരൻ പോലെ തന്നെ പ്രധാനമായിട്ടുണ്ടാകുന്ന സംഭവമാണല്ലോ മുട്ട ഓംലേറ്റ്. ഇതിപ്പോൾ സാധാരണ ഓംലേറ്റ് അല്ല, നല്ല സ്പൈസി ആയിട്ടുള്ളൊരു എഗ് ഓംലേറ്റ് ആണ്. അതിൻ്റെയും റെസിപ്പി ഞാനൊരു റീലായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ റെസിപ്പി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇതാ നമുക്ക് ലഞ്ച് ബോക്സ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. സൈഡിലായിട്ട് ആ ഒരു കുഞ്ഞു ടിപ്പി ഉണ്ടാവുമല്ലോ ബോക്സ്, അതിലേക്ക് നമ്മുടെ കല്യാണ വീട്ടിലെ സ്പെഷ്യലായിട്ടുള്ള ആ ഒരു ചെമ്മീൻ മുരിങ്ങാക്കോലിൻ്റെ കറി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചോറിൻ്റെ സൈഡിലായിട്ട് ചീരത്തോരനും നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തതും ഒരു ചെറിയ പീസ് എഗ് ഓംലേറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അച്ചാറുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ നമ്മുടെ കുക്കുംബറും ക്യാരറ്റ് ഉപ്പിലിട്ടത് ഉണ്ടായിരുന്നേ, അത് വെച്ച് കൊടുക്കുന്നുണ്ട് സൈഡിൽ. എന്നിട്ട് നല്ലോണം അടച്ചവിടെ വെക്കുക. എന്നിട്ട് കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് അവർക്ക് ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറേ ദിവസത്തിന് ശേഷം കഴിക്കുന്നത് കൊണ്ടാന്ന് തോന്നുന്നു എല്ലാം ഒന്നിനൊന്ന് മെച്ചായിരുന്നേ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളിത് ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് ആസ്വദിച്ച് കഴിക്കട്ടെ. നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇഷ്ടപ്പെട്ട സാധനം പ്രോൺസ് മുരിങ്ങ മിക്സ് ഇല്ലേ, നല്ല രണ്ടാൾ ഷെയർ ചെയ്തോ. പീസ് ഒരു പീസ് ജനുവന്. ഇനിയിപ്പോൾ റൈസ് മിക്സ് ആയിട്ടുണ്ട്. ഓക്കെ, കറി എഗ് ഫ്രൈ സ്പെഷ്യൽ എഗ് അത് മസാല പ്രോൺസ് ഫ്രൈ വൺ പീസ്. ഇനി ഫിഷ് കുറച്ച് കഴിഞ്ഞിട്ട് അപ്പി ടേസ്റ്റ് നോക്കി ഇത്. ഓക്കെ, പ്രോൺസ് ഫസ്റ്റ് ടേസ്റ്റ്. പിക്കിൾ എടുത്തോ. അപ്പി ടേസ്റ്റ് നോക്കട്ടെ. ജമലുവിനോടുക്ക് കുറച്ച് ഉപ്പേരി ഇല്ല, ജമല് കൊടുക്കുന്ന മുമ്പ് ഞാൻ കഴിക്കട്ടെ. ഗുഡ് ജമലു, ടേസ്റ്റി. നല്ല ടേസ്റ്റ് ഉണ്ട്. കറിയെല്ലാം എങ്ങനെ? നല്ല സൂപ്പർ. എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ. കറി നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളെ ഫിഷ് എടുക്കുന്നില്ല. ഇത് ഞാന് അടിപൊളിയല്ല സത്യം പറഞ്ഞാല് ദോയന്റെ മുള്ളൻ, ദോയന്റെ ഇത് ഖത്തറിന്റെ ഫിഷ് മുള്ളൻ നല്ല വലിപ്പമാണ്. നല്ല ടേസ്റ്റ്. നല്ല കറി. ഫിഷ് ഗുഡ്. സമലു എഗ് കൂട്ടാൻ മറന്നുപോയി.